നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ AMC കുറിച്ചുള്ള വിശേഷങ്ങളും സർക്കാർ നയങ്ങളുമെല്ലാം ഇതിനകം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എങ്കിലും പദ്ധതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തുടരുകയാണ്. സ്റ്റെൽത്ത് രീതിക്ക് പുറമെ വൻതോതിൽ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് അതിശക്തമായ ആക്രമണം നടത്താൻ സാധിക്കുന്ന ബീസ്റ്റ് മോഡ് സൗകര്യവും വിമാനത്തിൽ ഉൾപ്പെടുത്തുന്നുവെന്നതാണ് പുതിയ റിപ്പോർട്ട്. അമേരിക്കയുടെ F-35 യുദ്ധവിമാനത്തിലെ ബീസ്റ്റ് മോഡ് ആശയത്തിന് സമാനമായതാണ് ഈ സവിശേഷത. ഒരേ ദൗത്യത്തിനിടെ തന്നെ സ്റ്റെൽത്ത് ആക്രമണത്തിൽ നിന്ന് കനത്ത ആയുധ പ്രയോഗത്തിലേക്ക് മാറാൻ ഈ സംവിധാനം വിമാനത്തിന് അവസരമൊരുക്കും. ഡിഫൻസ് ന്യൂസ് പോർട്ടലായ IDRW പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് വിമാനത്തിന് പ്രത്യേക നോൺ സ്റ്റെൽത്ത് അല്ലെങ്കിൽ മാക്സിമം പേലോഡ് കോൺഫിഗറേഷൻ ഉണ്ടാകും. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാറുകൾ, കമാൻഡ് സെന്ററുകൾ തുടങ്ങിയ സുപ്രധാന കേന്ദ്രങ്ങൾ തകർക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഈ ഘട്ടത്തിൽ റഡാറുകളിൽ പതിയാതിരിക്കേണ്ടതിനാൽ എല്ലാ ആയുധങ്ങളും വിമാനത്തിനുള്ളിലെ ഇന്റേണൽ വെപ്പൺസ് ബേയിലാണ് AMC വഹിക്കുക. ഇതുവഴി വിമാനത്തിന്റെ റഡാർ പ്രതിഫലനം വളരെ കുറയുകയും സ്റ്റെൽത്ത് ശേഷി പരമാവധി നിലനിർത്തുകയും ചെയ്യും. ശത്രുവിന്റെ പ്രാഥമിക പ്രതിരോധ നിര തകർത്തു കഴിഞ്ഞാൽ റഡാറുകളിൽ നിന്ന് മറഞ്ഞിരിക്കേണ്ട സാഹചര്യം കുറയുന്നു. ഈ ഘട്ടത്തിൽ വിമാനത്തിന്റെ ചിറകുകൾക്കടിയിൽ ഉള്ള കൂടുതൽ മിസൈലുകളും ബോംബുകളും ഘടിപ്പിച്ച മാക്സിമം പേലോഡ് രീതിയിലേക്ക് മാറാനും AMCക്ക് സാധിക്കും. 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുതന്നെയാണ്. വിമാനത്തിന് പുറത്തായി മിസൈലുകളോ ബോംബുകളോ ഘടിപ്പിക്കുമ്പോൾ റഡാർ തരംഗങ്ങൾ അവയിൽ നിന്ന് പ്രതിഫലിക്കുകയും വിമാനത്തെ കണ്ടെത്തുക എളുപ്പമാക്കുകയും ചെയ്യും. അതിനാൽ യുദ്ധത്തിന്റെ തുടക്കത്തിൽ പൂർണ്ണമായി സ്റ്റെൽത്ത് മോഡിലാകും AMC പ്രവർത്തിക്കുക. ആക്രമണത്തിന് ശേഷം ദൗത്യത്തിന്റെ സ്വഭാവം മാറുമെന്നതിനാൽ തന്നെ ഈ ബീസ്റ്റ് മോഡ് വളരെ നിർണായകമാണ്. ഇതോടെ സാധാരണ വഹിക്കാവുന്നതിനേക്കാൾ വളരെ കൂടുതൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ശത്രു കേന്ദ്രങ്ങളിൽ വലിയ നാശനഷ്ടം വിതയ്ക്കാൻ വിമാനത്തിന് കഴിയും. ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്നതാണ് ഈ പുതിയ നീക്കം. സ്റ്റെൽത്ത് കോൺഫിഗറേഷനിൽ വിമാനത്തിനുള്ളിൽ ഏകദേശം 1 ടൺ ഭാരം വരെയുള്ള ആയുധങ്ങൾ വഹിക്കാൻ AMCക്ക് കഴിയും. അസ്ത്ര MK1, അസ്ത്ര MK2 പോലുള്ള ദീർഘദൂര എയർ ടു എയർ മിസൈലുകളും വിവിധ സ്മാർട്ട് ബോംബുകളും ഈ ഘട്ടത്തിൽ ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതേസമയം പൂർണ്ണ ആയുധസജ്ജമായ ആക്രമണ കോൺഫിഗറേഷനിലേക്ക് മാറുമ്പോൾ പേലോഡ് ശേഷി 6.5 മുതൽ 7 ടൺ വരെയായി ഉയരും. വിമാനത്തിനോട് ചേർന്നുള്ള കരുത്തേറിയ പുറം ഹാർഡ് പോയിന്റുകൾ വലിയ മിസൈലുകൾ വഹിക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബ്രഹ്മോസ് NG സൂപ്പർസോണിക് മിസൈലും രുദ്രം ശ്രേണിയിലെ ആന്റി റഡാർ മിസൈലുകളും ഇവയിൽ ഉൾപ്പെടും. സുരക്ഷിതമായ അകലത്തിൽ നിന്ന് തന്നെ ശത്രുവിന്റെ നിർണായക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇത് സഹായിക്കും. ചിറകുകളുടെ പുറം ഭാഗങ്ങളിലെ മറ്റ് ഹാർഡ് പോയിന്റുകളിൽ സ്മാർട്ട് ബോംബുകൾ, സ്വയം പ്രതിരോധത്തിനുള്ള എയർ ടു എയർ മിസൈലുകൾ, ഭാവിയിൽ ഇന്ത്യ വികസിപ്പിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ ലേസർ ഗൈഡഡ് ബോംബുകൾ, ഹൈ സ്പീഡ് ലോ ഡ്രാഗ് ബോംബുകൾ, പുതിയ ക്ലാസ് കോമ്പാക്ട് മിസൈലുകൾ എന്നിവ ഘടിപ്പിക്കാനാണ് പദ്ധതി. ഇതുവഴി ഒരേ സമയം കരയിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും ശത്രു വിമാനങ്ങളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാനും വിമാനത്തിന് സാധിക്കും. ദീർഘദൂര ആക്രമണങ്ങൾക്കായി പ്രത്യേക രൂപകൽപ്പന ചെയ്ത കുറഞ്ഞ റഡാർ പ്രതിഫലനമുള്ള പുറം ഇന്ധന ടാങ്കുകളും AMC ഉപയോഗിക്കും. പരമ്പരാഗത വൃത്താകൃതിയിലുള്ള ടാങ്കുകൾക്ക് പകരം പ്രത്യേക രൂപകൽപ്പനയിലുള്ള ഈ ടാങ്കുകൾ റഡാർ പ്രതിഫലനം കുറയ്ക്കുന്നതിനൊപ്പം കൂടുതൽ ദൂരം പറക്കാനുള്ള ശേഷി നൽകും. ഇവ സ്റ്റെൽത്ത് ശേഷി പൂർണ്ണമായും നിലനിർത്തില്ലെങ്കിലും സാധാരണ ഇന്ധന ടാങ്കുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ റഡാർ സിഗ്നേച്ചറാണ് സൃഷ്ടിക്കുക. ഇത്തരത്തിൽ സ്റ്റെൽത്ത് മോഡിനും ഹെവി സ്ട്രൈക്ക് മോഡിനും ഇടയിൽ അതിവേഗം മാറാൻ കഴിയുന്ന രൂപകൽപ്പനയാണ് AMCയുടെ പ്രധാന സവിശേഷത. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിച്ച് ആകാശത്തിന് നിയന്ത്രണം ഉറപ്പാക്കുകയും പിന്നീട് കനത്ത ആയുധശേഷിയോടെ സൈനിക താവളങ്ങൾ, വിതരണ കേന്ദ്രങ്ങൾ, സൈനിക സംഘങ്ങൾ, മറ്റ് യുദ്ധലക്ഷ്യങ്ങൾ എന്നിവയ്ക്കെതിരെ വ്യാപകമായ ആക്രമണം നടത്തുകയും ചെയ്യാൻ ഈ യുദ്ധവിമാനത്തിന് ഇതിലൂടെ സാധിക്കും. ഇന്ത്യയുടെ ഭാവി വ്യോമശേഷിയിൽ നിർണായകമായ മാറ്റം സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്ന സവിശേഷതകളിൽ ഒന്നായിട്ടാണ് ഈ ഇരട്ട പ്രവർത്തന രീതിയെ വിലയിരുത്തപ്പെടുന്നത്.